Please subscribe and like, comment Kanapuram channel. ഇന്ന് നാം സംസാരിക്കാൻ പോകുന്നത് പ്രിയ സുഹൃത്തുക്കളെ മറിയം ബീവിയെക്കുറിച്ചാണ്. മറിയം എന്ന് പറഞ്ഞാൽ ക്രൈസ്തവ സഹോദരന്മാർ മേരി എന്ന് പറയും. ഈ മേരിയെക്കുറിച്ച് തന്നെ, മറിയമിനെക്കുറിച്ച് തന്നെ ഒരു അധ്യായം തന്നെ ഖുർആനിലുണ്ട്, സൂറത്തു മറിയം. അല്ലാഹു തആല മറിയമിനെക്കുറിച്ച് പറയുന്നത്, ഇത് കാലത്തിൽ മലക്കുകൾ പറഞ്ഞ സന്ദർഭം ഓർക്കുക. എന്താ പറഞ്ഞത് മലക്കുകൾ? ഇന്നല്ലാഹ സ്തഫാക്കി വതഹറക്കി വസ്തഫാക്കി അലാ നിസാഇൽ ആലമീൻ. നിന്നെ പരിശുദ്ധയായി, വിശുദ്ധ വനിതയായി അല്ലാഹു തആല തിരഞ്ഞെടുത്തിരിക്കുന്നു. മാത്രമല്ല, ലോക സ്ത്രീകൾ വെച്ച് ഏറ്റവും വിശുദ്ധയായി നിന്നെ അല്ലാഹു തിരഞ്ഞെടുത്തിരിക്കുന്നു. പടച്ച തമ്പുരാൻ അവൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. എങ്ങനെ? വിശുദ്ധയായിക്കൊണ്ട് തിരഞ്ഞെടുത്തിരിക്കുന്നു. ഇന്നല്ലാഹ സ്തഫാക്കി വതഹറക്കി, നിന്നെ വിശുദ്ധയാക്കിയിരിക്കുന്നു. വസ്തഫാക്കി അലാ നിസാഇൽ ആലമീൻ, ലോക പെണ്ണുങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്കൃഷ്ട വനിതയായി അല്ലാഹു തആല മറിയമയെ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നുവെന്ന് മലക്കുകൾ വന്ന് പറഞ്ഞ സന്ദർഭം ഓർമ്മിക്കുക എന്ന് പറയുകയാണ്. അപ്പം അത്രത്തോളം ലോക സ്ത്രീകളിൽ വെച്ച് ഒരു പെണ്ണിന് വിശുദ്ധ ഖുർആൻ സ്ഥാനം നൽകിയിട്ടുണ്ട് എങ്കിൽ, പരാമർശിച്ചിട്ടുണ്ട് എങ്കിൽ, അങ്ങനെ ഒരു അധ്യായം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് എങ്കിൽ അത് മറിയമിനെക്കുറിച്ചാണ്. മറിയം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഈസ നബിയുടെ മാതാവാൻ, യേശുവിൻ്റെ മാതാവാൻ, കന്യകയാണ്. ഒരു മനുഷ്യ സ്പർശനം ഏൽക്കാതെ അല്ലാഹു തആല റൂഹ് ഇട്ടുകൊടുത്ത വനിതയാണ്. ആ വനിതയെ പ്രസവിച്ചതാണ് ഈസാ നബിയെ. ഒരു പിതാവില്ലാതെ ഉണ്ടായതുകൊണ്ട് ആ നാട്ടുകാർ ഒട്ടനേകം ആക്ഷേപങ്ങളും അപഹാസ്യങ്ങളും കേൾക്കേണ്ടി വന്നു. അങ്ങനെ ജനങ്ങളിൽ നിന്ന് വളരെയധികം കേൾക്കേണ്ടി വന്ന ഒരു സ്ത്രീയാണ്. അപ്പോഴൊക്കെയും അവർ വളരെ ശാന്തമായ സ്വരത്തിലാണ് സംസാരിച്ചത്. അവരൊരിക്കലും ദേഷ്യപ്പെട്ടിരുന്നില്ല. അവർ അങ്ങനെ പ്രസവിച്ചു കഴിഞ്ഞപ്പോൾ അവരെ ജാരസന്തതിയായി ഈസാ നബിയെ മുദ്ര കുത്തുകയും അവർ വേശ്യയായി അവരെ ജനങ്ങൾ പറയുകയും ചെയ്ത സന്ദർഭത്തിൽ അവർ നിരപരാധിത്വം തെളിയിക്കാനായി പടച്ച തമ്പുരാൻ പറഞ്ഞു. എന്തു പറഞ്ഞു? ജനങ്ങളോട് സംസാരിക്കാൻ ഈസാ നബിയോട് ഉത്തരം കൊടുക്കുകയാണ്. മാതാവ് പറഞ്ഞു, മകനെ, നിന്റെ നിരപരാധിത്വം നീ ഇവരോട് പറയുക എന്ന് പറഞ്ഞപ്പോൾ തൊട്ടിലിൽ കിടന്ന ആ ശിശു, അത്ഭുതകരം എന്ന് പറയട്ടെ, ആ ശിശു എന്ത് ചെയ്തു? ജനങ്ങളോട് സംസാരിച്ചു. എൻ്റെ മാതാവ് പരിശുദ്ധയാണ്, വിശുദ്ധയാണ്, യാതൊരു തരത്തിലുള്ള അനാവശ്യവും എൻ്റെ മാതാവിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല, വിശുദ്ധയാണ് എന്ന് ആ കുട്ടി ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്, സത്യം തുറന്നു പറയുകയാണ്. ഇതോടെ ജനങ്ങൾക്ക് കാര്യം മനസ്സിലായി. എങ്കിലും അങ്ങനെ മുന്നോട്ട് പോയി. ബാക്കി ചരിത്രം ഇൻഷാ അല്ലാഹ് അടുത്ത അധ്യായത്തിൽ പറയാം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും കാണാപ്പുറം വ്ലോഗിലേക്ക് ഹാർദവമായ സ്വാഗതം.